KSSPU കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ ബ്ലോക്ക് പെൻഷൻ ദിനാചരണം നടത്തി. ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ എം ബാലൻ സ്വാഗതവും KP രാമകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു. TV വനജാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PK ദിവാകരൻ, PV നാരായണൻ, E കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. CN മനോഹരൻ മാസ്റ്റർ, PP രാഘവൻ മാസ്റ്റർ, PH സഫിയ BB ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി. പെൻഷൻ ദിനം ആചരിച്ചു വരുന്നു. നമ്മൾ ഡിസംബർ 17 ദേശീയ പെൻഷൻ ദിനം നമ്മൾ യൂണിറ്റ് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ഒക്കെ ആചരിക്കുന്നുണ്ട്. ചില ബ്ലോക്കുകളിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ആചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്തിനാണ് പെൻഷൻ ദിനം നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ പെൻഷൻ ഡിസംബർ 17 എല്ലാ വർഷവും നമ്മൾ എന്തുകൊണ്ടാണ് പെൻഷൻ ദിനം ആചരിക്കുന്നത് എന്നത്, നമ്മൾ പെൻഷൻ എന്താണ് പെൻഷൻ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1982 ഡിസംബർ 17 പെൻഷൻ സംബന്ധിച്ച് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഒരു സുപ്രധാന വിധി, ആ വിധി നടപ്പിലാക്കിയ ദിവസമാണ് ഡിസംബർ 17. അതിൻ്റെ സ്മരണക്കാണ് നമ്മൾ പെൻഷൻ ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സർവീസിൽ നിന്നും 1972 കേന്ദ്ര സർവീസിൽ നിന്നും വിരമിച്ച DS നഗാര എന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പെൻഷൻ നിഷേധത്തിനെതിരെ, അവകാശ നിഷേധത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് 79 തുടങ്ങിയ കേസ് 3 വർഷം വിചാരണ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 1982 ഡിസംബർ 17 വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വിധി പ്രഖ്യാപിച്ച ആ ദിവസത്തിൻ്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ പെൻഷൻ ദിനം ആചരിക്കുന്നത്. നമുക്ക് അറിയാം, സുപ്രധാനമായ വിധി എന്താണ്. സുപ്രധാനമായ വിധി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പെൻഷൻ നമുക്ക് ആരും തരുന്ന ദാനമോ ഔദാര്യമോ അല്ല. പെൻഷൻ എന്നത് നമ്മുടെ നിക്ഷിപ്തമായ അവകാശമാണ്. യൗവനകാലത്ത് നമ്മൾ സർക്കാരിനെ സേവിക്കുന്നത്, നമ്മൾ വാർദ്ധക്യകാലത്ത് വഴിയാധാരമാകില്ല എന്ന ഉറപ്പിന്മേലാണ് നമ്മൾ സർക്കാരിനെ സേവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് വാർദ്ധക്യകാലത്ത് മാന്യമായി ജീവിക്കാനുള്ള പെൻഷൻ തരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ ഈ വിധി ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും ഡിസംബർ 17 പെൻഷൻ ദിനമായി ആചരിച്ചു